നഗരസഭാ തെരഞ്ഞെടുപ്പിൽ LDF UDFനെ പിന്തുണയ്ക്കണമെന്ന് കോൺഗ്രസ്. സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ല. ലാബ്സ് MHLന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ്. ഇക്കൊല്ലത്തെ ഓണവും പവർ പ്ലസിനോടൊപ്പം ആഘോഷിക്കാം. എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും വമ്പിച്ച വിലക്കുറവിൽ. പവർ പ്ലസ്, കാവിൽക്കടവ്, കൊടുങ്ങല്ലൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ LDF UDFനെ പിന്തുണയ്ക്കണമെന്ന് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് ES സാബു ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂരിലെ പല വാർഡുകളിലും UDF ആണ് രണ്ടാം സ്ഥാനത്തുള്ളത്. BJPയെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തണമെങ്കിൽ ഇതുമാത്രമേ പോംവഴിയുള്ളൂ. LDFന്റെ ചെയർമാൻമാർ ജയിച്ചിരുന്ന വാർഡുകളെല്ലാം BJP പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇനിയും ഉറക്കത്തിൽ നിന്ന് ഉണർന്നില്ലെങ്കിൽ LDFന്റെ പടം പോലും കൊടുങ്ങല്ലൂരിൽ കാണാൻ കഴിയില്ലെന്ന് സാബു ആരോപിച്ചു. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ കണ്ടു. കൊടുങ്ങല്ലൂരിൽ CPM വളരുന്നു, മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ വളരെ പിറകോട്ട് പോകുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രസംഗമായിരുന്നു, അല്ലെങ്കിൽ ഒരു അഭിമുഖമായിരുന്നു അന്ന് കണ്ടിരുന്നത്. CPM ഈ കാര്യം സത്യസന്ധമായി സംസാരിക്കുകയാണെങ്കിൽ, LDF സത്യസന്ധമായി സംസാരിക്കുകയാണെങ്കിൽ കൊടുങ്ങല്ലൂരിലെ LDF മൂന്നാം സ്ഥാനത്തുള്ള പല വാർഡുകളിലും അവർ കോൺഗ്രസിനെ പിന്തുണക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. BJPയുടെ വളർച്ചയെ തടയാൻ കോൺഗ്രസിനെ പിന്തുണക്കുകയല്ലാതെ മറ്റൊരു മാർഗം CPMന്റെ മുന്നിലില്ല, പ്രത്യേകിച്ച് LDFന്റെ മുന്നിലില്ല. പലപ്പോഴും LDFന്റെ വോട്ടുകൾ BJPയിലേക്ക് ഒഴുകുമ്പോഴാണ് കോൺഗ്രസിൻ്റെതായ ന്യൂനപക്ഷ വോട്ടുകൾ തട്ടിയെടുത്തുകൊണ്ട് LDF മുന്നോട്ട് പോയത്. അവസാനം നടന്ന തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കറിയാം, LDFന്റെ ചെയർമാൻ സ്ഥാനാർത്ഥികൾ, ചെയർമാനായിരുന്ന ആളുകൾ, കൗൺസിലർമാർ മത്സരിച്ച് ജയിച്ച വാർഡുകൾ അത് UDFന്റെ വാർഡുകളായിരുന്നു. ആ വാർഡുകളിൽ പിന്നീട് വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചു വന്നത് BJP ആയിരുന്നു. അത് സൊസൈറ്റി വാർഡായാലും ഐക്യരപറമ്പ് വാർഡായാലും അതിന് ഉദാഹരണങ്ങളാണ്. സത്യസന്ധമാണ് ഈ നിലപാട് എങ്കിൽ കഴിഞ്ഞ വളരെ 2-3 മാസങ്ങൾക്ക് മുൻപ് നടന്ന 41ാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പ്, ചേരമാൻ മസ്ജിദ് വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ UDFനെ പിന്തുണയ്ക്കാതെ LDF ഒറ്റയ്ക്ക് സ്ഥാനാർത്ഥിയെ നിർത്തുകയും എല്ലാ വീടുകളിലും മന്ത്രിമാരും MLAമാരും മറ്റു പ്രമുഖരായ രാഷ്ട്രീയ പ്രവർത്തകരും കയറി ഇറങ്ങിയിട്ട് പോലും BJPയെ പിന്നോട്ടടിക്കാനോ അല്ലെങ്കിൽ BJPയെ തോൽപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പക്ഷേ കോൺഗ്രസിന്റെ മത്സരിച്ച സ്ഥാനാർത്ഥി വലിയ വോട്ടുകൾ നേടി. കഴിഞ്ഞ തവണ 200 ചില്ലാൻ വോട്ടിന് വിജയിച്ച BJP സ്ഥാനാർത്ഥിയെ പിന്തള്ളിക്കൊണ്ട് ഏകദേശം 60 വോട്ടിനാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് LDF ഇപ്പോൾ ഈ തെളിവുകൾ, ഈ പറയുന്ന അവരുടെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത്. പിന്നെ ഈ പറയുന്ന ലോകമലേശ്വരം സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ സത്യത്തിൽ LDFന് സ്ഥാനാർത്ഥികൾ തന്നെ ഉണ്ടായില്ല. ആ ബാങ്കിൽ നിസ്സാരം വരലെണ്ണാവുന്ന അംഗങ്ങളെ LDFനും BJPക്കും. പലപ്പോഴും ഇവർ കോൺഗ്രസിനെ സഹായിക്കുന്നു എന്ന രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ, ഈ പറയുന്ന സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മാറി നിൽക്കുന്നത്. പലപ്പോഴും ആ ഒരു അഭിമുഖ സംഭാഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ 41ാം വാർഡിൽ രണ്ടാം സ്ഥാനത്ത് വന്നതും ഈ ലോകമലേശ്വരം ബാങ്ക് തെരഞ്ഞെടുപ്പിൽ 1ാം സ്ഥാനത്ത് വന്നതും കോൺഗ്രസ് ആണെന്ന് അവർ പറയുന്നില്ല. അത് മറ്റുള്ള നാടുകളിലെ ജനങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അത് അവർ തന്നെയാണ്, LDF ആണ് അവിടെ മുന്നേറിയെന്നാണ് ആ ഒരു വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങൾക്കറിയാം, കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 1ാം വാർഡായ പറപ്പുള്ളിയും 4ാം വാർഡായ ടെമ്പിളും 6ാം വാർഡായ സൊസൈറ്റിയും 8ാം വാർഡായ തയ്യപ്പും 9ാം വാർഡായ വിയ്യത്തുംകുളവും 23ാം വാർഡായ കോട്ടയും 24ാം വാർഡായ കോട്ടപ്പുറവും 24ാം വാർഡായ ആനാപ്പുഴയും 35ാം വാർഡായ TKS പുരവും 41ാം വാർഡായ ചേരമാനും UDFും കോൺഗ്രസും 2ാം സ്ഥാനത്ത് നിൽക്കുന്ന വാർഡുകളാണ്. അവിടെ ഇവർ കോൺഗ്രസിനെ സഹായിക്കുകയാണ് ചെയ്യേണ്ടത്. ആ സഹായിച്ചാൽ മാത്രമേ ഇവർക്ക് BJPയെ തളക്കാൻ കഴിയൂ. അല്ലെങ്കിൽ മുന്ന് പറഞ്ഞതുപോലെ ഇവരുടെ പല വാർഡുകളും, ഇവർ ശക്തിയെന്ന് പറയുന്ന പല വാർഡുകളും BJP ജയിച്ചു കയറുന്ന ഒരു അന്തരീക്ഷമാണ് ഉണ്ടാകാൻ പോകുന്നത്.